ഫലസ്തീൻ കോസിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇസ്രായേൽ സ്ഥാപിതമായതെന്ന് ആൾക്കാർ വായിച്ച് പഠിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ നമ്മുടെയൊക്കെ തലമുറയിലുള്ള ആളുകൾക്ക് അറിയാവുന്നതിനെ കൂടുതൽ ന്യൂജൻ പിള്ളേർ എങ്ങനെയാണ് ഇസ്രായേൽ സ്ഥാപിച്ചത്. ഇസ്രായേലിൻ്റെ ഭൂപടത്തിൻ്റെ ഒരു രൂപം നോക്കുക, അതൊരു കഠാരയുടെ രൂപമാണ്. അത് മിഡിൽ ഈസ്റ്റിൻ്റെ നടുക്കുകൊണ്ട് ഒരു കഠാര കുത്തി ഇറക്കിയ പോലെയാണ് ആ രാജ്യസ്ഥാപനം. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിനു മുമ്പ് ഈ അവിടെ നിന്ന് ഇമിഗ്രൻസ് ആയിട്ട് വരുന്ന ജ്യൂസ് വെറുതെ വന്നിങ്ങനെ ഭൂമി വാങ്ങി താമസിക്കുകയല്ലേ ചെയ്ത്. അവരൊരു ടെറർ ഓർഗനൈസേഷൻസ് ഉണ്ടാക്കി. ഇർഗൂൻ, ഹഗാന എന്നൊക്കെ പേരിൽ ടെറർ ഓർഗനൈസേഷൻ ആയുധങ്ങൾ കൈവശം വെച്ച് ഭീകരാക്രമണങ്ങൾ നടത്തുകയാണ്. കിങ് ഡേവിഡ് ഹോട്ടൽ ബോംബ് സ്ഫോടനം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നൂറുകണക്കിന് ആൾക്കാരാണ് ബോംബ് വെച്ച് കൊന്നത്. അതുപോലെ ഈ പറയുന്ന ഫലസ്തീനികളെ കണ്ടെടുത്ത് വെച്ച് കൂട്ടക്കൊല ചെയ്യുകയാണ്. ഇപ്പോൾ ദേർ യാസീൻ, റമല്ല എന്നിവിടങ്ങളിലൊക്കെ നൂറുകണക്കിന് ആളുകളെ കൂട്ടക്കൊല ചെയ്യുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഈ ഇസ്രായേൽ രാഷ്ട്രസ്ഥാപകൻ എന്നറിയപ്പെടുന്ന ഡേവിഡ് ബെൻ ഗൂറിയൻ ഒരിക്കൽ പറയുന്നുണ്ട്, ഞങ്ങൾ ചെയ്തു. എന്തിനാണ് ചെയ്തതെന്നറിയോ? ഇവരെ ഭയപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ ആളെ ഭയപ്പെടുത്തി കഴിഞ്ഞാലാണ് ഇവർ ഓടിപ്പോവുള്ളൂ. എന്നാലാണ് ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ രാജ്യം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 7.5 ലക്ഷത്തോളം ആളുകൾ, 7 ലക്ഷത്തിലധികം ആളുകൾ അവിടെ നിന്ന് പലായനം ചെയ്തു. ഈ കൂട്ടക്കൊല കണ്ടിട്ട് അവിടെ നിൽക്കാൻ പറ്റില്ല, പലായനം ചെയ്തു. അപ്പോൾ ഭീകരതയാൽ സ്ഥാപിക്കപ്പെട്ട ഒരു ഭീകര രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് ഇന്നത്തെ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. മുമ്പത്തേക്കാൾ, നമ്മുടെ തലമുറയിലെ ആളുകളെക്കാൾ ഇന്നത്തെ ആളുകൾക്ക് അത് കൂടുതൽ മനസ്സിലാവും. ഈ രാജ്യം സ്ഥാപിക്കപ്പെട്ടത് തന്നെ ഭീകരതയിലാണ്. ആ ഭീകരതയെ അന്ന് ലോകം നോക്കി നിന്നു. പിന്നീട് ആ രാജ്യം തുടർന്ന എല്ലാ ഭീകരതയും നമ്മളൊന്ന് ആലോചിക്കണം. ഈ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത തീവ്രവാദ സംഘടനകൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ തീവ്രവാദ സംഘടനകളുടെ നേതാക്കളാണ് പിന്നെ അവിടെ പ്രധാനമന്ത്രിയാവുന്നത്. ഡേവിഡ് ബെൻ ഗൂറിയൻ ആവട്ടെ, ഏരിയൽ ഷാരോൺ ആവട്ടെ, മെനിച്ചം ബെഗിൻ ആവട്ടെ, ഇസാഖ് ഷമീർ ആവട്ടെ, എല്ലാവരും പ്രധാനമന്ത്രിമാരോ വിദേശകാര്യമന്ത്രിമാരോ ആയി. ഏതുപോലെ ഗുജറാത്ത് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്തവരൊക്കെ പിന്നീട് നമ്മുടെ രാജ്യത്ത് ഭരണാധികാരികളായതുപോലെ, ചിലരൊക്കെ വിശുദ്ധരുമായതുപോലെ അവിടെ അവർ പ്രധാനമന്ത്രിയാവരുമാണ്. അവരത് ആ രാജ്യസ്ഥാപനം കഴിഞ്ഞിട്ട് ആളുകൾ പലായനം ചെയ്തപ്പോൾ ഈ രാജ്യം, ഫലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യമില്ല, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യമുള്ളൂ. നമ്മളിപ്പോഴും മനസ്സിലാക്കുന്നത് മുമ്പ് ഇസ്രായേലും ഫലസ്തീൻ 2 രാജ്യമായി. അപ്പോൾ ഈ 2 രാജ്യങ്ങൾ തമ്മിലാണ് അടി. അങ്ങനെയില്ല, ഫലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യമില്ല. ഈ മനുഷ്യരെ ഓടിച്ചു കഴിഞ്ഞിട്ട് ഈ രാജ്യം മുഴുവൻ അവർ കൈയടക്കി. ജെറുസലേം ഉൾപ്പെടെ, നമ്മൾ ഈ പറയുന്ന വെസ്റ്റ് ബാങ്ക്, ഗസയൊക്കെ ഉൾപ്പെടെ ഇസ്രായേലിൻ്റെ കയ്യിലാണ്. 1967 ഒരു പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തുകയാണ് ഇസ്രായേൽ. ഈ 1967 യുദ്ധം പോലും എങ്ങനെ ഉണ്ടാവുന്നത്? ഏതെങ്കിലും അറബ് രാജ്യങ്ങളൊന്നും ഇവരെ ആക്രമിച്ചിട്ടല്ല, ഇവർ ഞങ്ങളെ ആക്രമിച്ചേക്കും എന്ന് കരുതി ഒരു പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് ഈ രാജ്യങ്ങളുടെ നേരെ നടത്തുകയാണ്. അങ്ങനെയാണ് 67 യുദ്ധം ഉണ്ടാവുന്നത്. ഈ 67 യുദ്ധത്തിൽ ഈജിപ്റ്റ് ഗസയും ജോർദാൻ വെസ്റ്റ് ബാങ്കും പിടിച്ചടക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഫലസ്തീനികൾക്ക് അങ്ങനെ ഒരു സ്ഥലമുള്ളത്. അതല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന വെസ്റ്റ് ബാങ്ക്, ഗസ എന്ന് പറയുന്ന സ്ഥലമേ ഇല്ല. അവർക്ക് അവിടെ താമസിക്കാൻ സ്ഥലമില്ല. ഇസ്രായേൽ പണ്ടേ അവരെയൊക്കെ അടിച്ചോടിച്ച് അവർ എന്ത് ചെയ്യുന്നു, സെറ്റിൽമെൻറ്റ് തുടങ്ങിയാണ്. ഇപ്പോൾ തന്നെ വെസ്റ്റ് ബാങ്കിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ജൂ സെറ്റിൽമെൻറ്റുകളാണ്. അവരങ്ങോട്ട് വ്യാപിച്ചേക്കാണ്. അപ്പോൾ ഈ 2 രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കമാണ്. അതിൽ ഒരുത്തൻ ചുണ്ടൻ കൊടുത്ത് വഴുതനങ്ങ വാങ്ങുകയാണെന്നുള്ള തിയറി ഉണ്ടാക്കുന്ന മനുഷ്യവിരുദ്ധരായ ആൾക്കാർ ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, മറുവശത്ത് പുതിയ ജനത ഇത് എന്താണ് സംഭവം, ഈ രാജ്യം എങ്ങനെ സ്ഥാപിക്കപ്പെട്ടു? മുമ്പ് റോഗ് സ്റ്റേറ്റ് എന്നൊക്കെയാണ് ഇസ്രായേലിനെ വിശേഷിപ്പിച്ചത്. ഇന്ന് റോഗ് സ്റ്റേറ്റ് അതൊരു ടെറർ സ്റ്റേറ്റാണ്. ടെററിസത്തിലൂടെ സ്ഥാപിക്കപ്പെട്ട, ടെററിസം മാത്രം പിന്തുടർന്ന ഒരു ടെറർ സ്റ്റേറ്റാണ് ഇസ്രായേൽ എന്ന് ഇന്ന് ലോകം തിരിച്ചറിയുന്നുണ്ട്. ലോകം ഇത് തിരിച്ചറിയുമ്പോഴും എന്തുകൊണ്ട് അതിനനുസൃതമായ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും യൂറോപ്പിലെ വൻ നഗരങ്ങളിൽ പ്രതിഷേധമാണ്. ഇന്നലെ ആംസ്റ്റർഡാമിൽ 2.5 ലക്ഷം പേരാണ് തെരുവിലിറങ്ങിയത്. അപ്പോൾ പ്രതിഷേധമില്ല എന്നല്ല, അത് അമേരിക്കയിലുണ്ട്, യൂറോപ്പിലുണ്ട്, ഏഷ്യൻ രാജ്യങ്ങളുണ്ട്, എല്ലായിടത്തും പ്രതിഷേധമുണ്ട്. ഒരുപക്ഷെ മനുഷ്യചരിത്രത്തിൽ ഏതെങ്കിലും വംശഹത്യക്കെതിരെ ഉയർന്നിട്ടുള്ള പ്രതിഷേധങ്ങളെക്കാൾ വലിയ പ്രതിഷേധം ഇപ്പോൾ ഗസയ്ക്ക് വേണ്ടി ലോകത്തുണ്ട് എന്ന് ഉറപ്പായിട്ടും പറയാം. കാരണം ജൂതവംശഹത്യയുടെ കാലത്ത് ആളുകൾ തെരുവിലിറങ്ങിയിട്ടില്ല, ഇസ്രായേൽ രാഷ്ട്ര സ്ഥാപനത്തിൽ ആരും തെരുവിലിറങ്ങിയിട്ടില്ല. പക്ഷേ ഇന്ന് ലോകത്തേതെങ്കിലും വംശഹത്യക്കെതിരെ ലോക മനസാക്ഷി ഉണർന്നിട്ടുണ്ടെങ്കിൽ, ആളുകൾ കൂട്ടമായി തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നുണ്ടെങ്കിൽ അത് ഗസ വംശഹത്യക്കെതിരെയാണ്. അതെന്തുകൊണ്ട് ഒരു നടപടിയായി പരാവർത്തനം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇസ്രായേൽ രാഷ്ട്രസ്ഥാപനം അമേരിക്കയുടെ താല്പര്യമായിരുന്നു. അമേരിക്കയാണ് UN ഈ പറയുന്ന, ഞാൻ മുമ്പ് പറഞ്ഞ ഈ ലാൻഡ് ഷെയറിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളുടെ വോട്ടിന് വേണ്ടി അവരെ ലോബി ചെയ്ത് അമേരിക്ക നേരിട്ടിറങ്ങിയത്. അന്ന് ഹാരി എസ് ട്രൂമാനാണ് US പ്രസിഡന്റ്. അദ്ദേഹം നേരിട്ടിറങ്ങി അംഗരാജ്യങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുക ചെയ്തത്. അന്നും 10 രാജ്യങ്ങൾ വിട്ടുനിന്നു കേട്ടോ, ഇന്ന് വിട്ടു നിൽക്കുന്ന പോലെ അന്നും 10 രാജ്യങ്ങൾ വിട്ടുനിന്നായിരുന്നു. അപ്പോൾ അമേരിക്കയ്ക്ക് അതിലൊരു താല്പര്യമുണ്ട്. ആ താല്പര്യത്തിൻ്റെ പിന്നിൽ എന്താണ്, നമ്മളിവിടെ നിരന്തരം ചർച്ച ചെയ്തതാണ്, എങ്ങനെയാണ് സിയോണിസ്റ്റ് ലോബി എങ്ങനെയാണ് അമേരിക്കൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ടക്കർ കാൾസൺ, അതായത് ട്രംപ് ക്യാമ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്, മാഗ ക്യാമ്പിലെ ആളാണ് ടക്കർ കാൾസൺ വേറൊരു കാര്യം നിരന്തരം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ജെഫ്രി എപ്സ്റ്റീൻ ഫയൽ പുറത്തുവിടാത്തത്? നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് ജെഫ്രി എപ്സ്റ്റീനെ കുറിച്ച്. ഒരു ലൈംഗിക കുറ്റവാളി, അയാൾ ജയിലിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു. തൂങ്ങി മരിച്ചതാണോ കൊന്നാണോ എന്ന് നമുക്കിപ്പോഴും അറിയില്ല. അയാളെക്കുറിച്ചുള്ള മുഴുവൻ കേസുകളുടെയും ഫയലുകൾ മുഴുവനും ഇപ്പോഴും അമേരിക്കൻ ഭരണകൂടം പുറത്തുവിട്ടില്ല. ടക്കർ കാൾസൺ പറയുന്നു അയാൾ മൊസാദ് ഏജൻ്റാണെന്ന് അയാൾ പറയുന്നു. അല്ലെങ്കിൽ ഇയാൾക്ക് എത്ര പണം എവിടെ നിന്നുണ്ടാകുന്നു.
അയാളെ എന്തിനാണ് ഇസ്രായേൽ രാഷ്ട്രീയ നേതൃത്വം അമേരിക്കയിൽ വന്ന് സന്ദർശിക്കുന്നത്? ഇയാൾക്ക് എന്തിനാണ് അമേരിക്കയിലെ പവർഫുൾ ആളുകളായിട്ട് ബന്ധം? അയാൾ എന്താണ് ചെയ്യുന്നത്? ഈ ചോദ്യം ടക്കർ കാൾസൺ നിരന്തരം ഉന്നയിക്കുന്നുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ടക്കർ കാൾസൻ്റെ കയ്യിൽ ഈ പറയുന്ന അമേരിക്കൻ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാവുന്ന കുറേയധികം കാര്യങ്ങളുണ്ടാവും. ഇത്തരം ബ്ലാക്ക് മെയിലിങ്ങിലൂടെയാണോ ഈ അമേരിക്കയുടെ ഫോറിൻ പോളിസി ഇസ്രായേലിന് അനുകൂലമായി തിരിയുന്നത് എന്നാണ് ടക്കർ കാൾസൺ ഇൻഡയറക്റ്റായിട്ട് ചോദിക്കുന്നത്. അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം ഒരുപാട് കാര്യങ്ങളിലൂടെ ലോബിയിങ്ങിലൂടെ, ഇപ്പോൾ ഉദാഹരണത്തിന് BBC പോലുള്ളൊരു മാധ്യമം, ബ്രിട്ടൻ്റെ ഔദ്യോഗിക മാധ്യമമായിരിക്കെ തന്നെ ലോകത്ത് വലിയ തോതിൽ ക്രെഡിബിലിറ്റി ഉള്ളൊരു മാധ്യമമാണ്. ആ മാധ്യമം എങ്ങനെയാണ് ഇസ്രായേലിനെ വെള്ളപൂശിക്കൊണ്ട് മാത്രം വാർത്തകൾ കൊടുക്കുന്നത്? എങ്ങനെയാണ് ലോകമാധ്യമങ്ങൾ മുഴുവൻ ഈ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിനെ മറച്ചുവെക്കുകയോ, ഫലസ്തീൻ്റെ ഈ ദുസ്ഥിതിയെ മറച്ചുവെക്കുകയോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ നറേറ്റീവിന് പ്രാമുഖ്യം കൊടുക്കുകയോ ചെയ്യുന്നത്? എങ്ങനെയാണ് ലോകരാജ്യങ്ങൾ അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് ലോകരാജ്യങ്ങളുടെ പോളിസി ഇസ്രായേലിന് അനുകൂലമായി വരുന്നത് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഈ പറയുന്ന ലോബിയിങ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നാണ് ടക്കർ കാൾസൺ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അഡ്മിനിസ്ട്രേഷന് ഒരു പബ്ലിക് ഒപ്പീനിയൻ ഒന്നായിരിക്കുകയും അഡ്മിനിസ്ട്രേഷൻ്റെ നിലപാട് വേറെ ആയിരിക്കുകയും ചെയ്യുന്നത് ആ ഒരു കോൺഫ്ലിക്റ്റ് വ്യക്തമായി വരികയാണ്. മുമ്പ് ആ കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടായിരുന്നു, അത് ആൾക്ക് അറിയില്ലായിരുന്നു. ഇന്ന് ജനം ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഞങ്ങൾ തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചിട്ട് ഞങ്ങളുടെ സർക്കാർ തിരികെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്? ആ പബ്ലിക് പ്രഷർ താങ്ങാനാവാതെയാണ് ഈ ഇസ്രായേൽ സ്ഥാപനത്തിന് അമേരിക്കയോടൊപ്പം കൂട്ടുന്ന UK പോലും ഞങ്ങൾ ഫലസ്തീൻ സ്റ്റേറ്റിനെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഈ ഈജിപ്തിൽ നടക്കുന്ന സമാധാന ചർച്ച കാണുന്നത്. ആ സമാധാന ചർച്ച എങ്ങനെയാണ്? ആ സമാധാന ചർച്ച ഉയർന്നു വരാനിടെ, ഈ സമാധാന ചർച്ച എത്രയോ നാളായിട്ട് നടക്കുന്നു. ആ സമാധാന ചർച്ച നടക്കുന്ന US-ൻ്റെ മധ്യസ്ഥയിൽ സമാധാന ചർച്ച കൊണ്ടാണ് ഖത്തറിൽ പോയി അവർ ബോംബിട്ടത്. എന്നിട്ടും ട്രംപ് വളരെ പൊടുന്നതിന് ഒരു 20 ദിന, 21 എന്താ കുഴപ്പം, 20 ദിന നിർദ്ദേശമായിട്ട് മുമ്പോട്ട് വരികയാണ്. എന്താ കാര്യമുണ്ട്. കാരണം ഇസ്രായേലിനെതിരെ അതിശക്തമായ രോഷം യൂറോപ്പിലുണ്ടായിരിക്കുന്നു. ഇസ്രായേൽ നാഷണൽ ഫുട്ബോൾ ടീം ഏഷ്യയിലല്ല കളിക്കുന്നത്. ഏഷ്യൻ ഫുട്ബോൾ അസോസിയേഷൻ ഏഷ്യയിലെ ഒരു രാജ്യങ്ങൾ ഇസ്രായേലോട്ട് കളിക്കുന്നില്ല. അവരെന്താ ഇന്ന് ഞങ്ങൾ യൂറോപ്പിൽ കളിച്ചോളാം എന്ന് പറഞ്ഞ് UFL മെമ്പർഷിപ്പാണ്. UFAയിൽ നിന്ന് അവർ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് അതിശക്തമായ പ്രശ്നം. UFAയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു വലിയ കാര്യമൊന്നുമല്ല പൊളിറ്റിക്കലി, അതൊരു സ്പോർട്സ് ബോഡിയാണ്. പക്ഷേ UFAയിൽ നിന്ന് പുറത്താക്കണമെന്ന് UFAയിൽ അംഗരാജ്യങ്ങൾ ആവശ്യപ്പെടുകയാണ്, പ്രമേയം പാസ്സാക്കുകയാണ്. ഫിഫയോട് ആവശ്യപ്പെടുന്നു, ഇവരിനി മേലാൽ ഫിഫയിൽ മെമ്പർഷിപ്പ് കൊടുക്കരുതെന്ന് ആവശ്യപ്പെടുന്നു. അതൊരു ഫുട്ബോൾ ബോഡിയാണെങ്കിൽ പോലും അതുണ്ടാക്കുന്ന ഒരു ഡിപ്ലോമാറ്റിക് തിരിച്ചടിയുണ്ട്. ആ തിരിച്ചടി വരുന്ന കൃത്യസമയത്താണ് ട്രംപ് എടുത്തൊരു കാർഡ് ഇടുന്നത്. ഞാൻ ഒരു ട്രംപ് കാർഡ് 20 ദിന നിർദ്ദേശം. ഏത് നിർദ്ദേശം? അതിൽ സ്വതന്ത്ര ഫലസ്തീനെ പറ്റി ഒരു പരാമർശവും ഇല്ല. അമേരിക്ക തന്നെ അംഗീകരിച്ചിട്ടുള്ള 2 നേഷൻ തിയറിയെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇതൊന്നും പറയാതെ ഹമാസ് ആയുധം താഴെ വയ്ക്കി ഞങ്ങൾ കൊണ്ട് മാറാം എന്ന് പറഞ്ഞാൽ അത് ഹമാസ് അംഗീകരിക്കില്ല. 2 നേഷൻ തിയറിയെക്കുറിച്ച് ഒരു പരാമർശവുമില്ലാതെ, സ്വതന്ത്ര ഫലസ്തീനെ പറ്റി ഒരു പരാമർശവുമില്ലാത്ത ഒരു ചർച്ചയും വിജയിക്കാനും പോകുന്നില്ല. അതിനുവേണ്ടിയാണോ ഈ 80-85 വർഷത്തോളം ഈ പറയുന്ന ഫലസ്തീനുകൾ ജീവൻ കൊടുത്ത് അവരുടെ രാജ്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നത്? അതായത് അവർക്കൊരു രാജ്യം എന്നുള്ള ആ ഒരു സങ്കല്പമേ ഇല്ലാത്തൊരു ഒരു പീസ് ടോക്ക് അത് വിജയിക്കാൻ പോകുന്നില്ല. അത് നടപ്പാക്കാനും പോകുന്നു. ഇനിയിപ്പോൾ ഒരു വെടിനിർത്തലുണ്ടായെന്ന് തന്നെ കരുതുക. വെടിനിർത്തലുണ്ടായി, ഈ വെടിനിർത്തലിൻ്റെ ഭാവി എന്താകുമെന്ന് കഴിഞ്ഞ ഈ 2023 മുതൽ ഇതുവരെയുള്ള വെടിനിർത്തലിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. വെടിനിർത്തൽ ഇസ്രായേലിന് വേണ്ടിയുള്ള വെടിനിർത്തലാണ്. അവർ കൊന്നു മടുക്കുമ്പോൾ അവർക്കൊരു ബ്രേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള വെടിനിർത്തൽ എന്നതിനപ്പുറം ഈ വെടിനിർത്തലിന് ഒരു അർത്ഥവുമില്ല. ഇവിടെ യഥാർത്ഥമല്ല മാറ്റം വരണമെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് പബ്ലിക് ഒപ്പീനിയൻ ഇസ്രായേലിനെതിരായിരിക്കുകയും ലോകരാജ്യങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ്റെ നിലപാടുകൾ ഇസ്രായേലിന് അനുകൂലമാവുകയും ചെയ്യുന്നത് എന്നതിൻ്റെ യഥാർത്ഥ കാരണം ജനം തന്നെ കണ്ടെത്തി. ഒരു പക്ഷേ ജനം ഈ അഡ്മിനിസ്ട്രേഷനുകളെ കൊണ്ട്, ഈ ഭരണകർത്താക്കളെ കൊണ്ട് ഇത് തിരിക്കുന്നൊരു സമയം വരും. അതിനധിക കാലമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പോൾ നടക്കുന്ന സമാധാന ചർച്ചകളൊക്കെ വൃഥാവിലാകും. അത്തരമൊരു ഇടപെടലിലൂടെ ഒരു സ്വതന്ത്ര ഫലസ്തീൻ സ്ഥാപിതമായതിനു ശേഷമേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടൂ.